ഇന്ന് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമാണ്. അങ്ങനെ പുകയിലയുടെ ദോഷങ്ങളെ കുറിച്ചൊക്കെ ഒത്തിരി വീഡിയോസ്, അതുപോലെ ഒത്തിരി മുന്നറിയിപ്പുകളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ സിനിമ കാണുമ്പോഴാണെങ്കിലും, അതുപോലെ തന്നെ നമ്മൾ സിഗരറ്റിൻ്റെ പാക്കറ്റ് മേടിക്കുമ്പോൾ അതിലും അത്ര വലുതായിട്ട് പുകയില എത്രത്തോളം ദോഷം ഒരാൾക്ക് ഉണ്ടാക്കും എന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് മുന്നറിയിപ്പുകളുണ്ട്. അങ്ങനെ അതിൻ്റെയൊക്കെ മുന്നറിയിപ്പുകളൊക്കെ കിട്ടിയിട്ടും ഇപ്പോഴും വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചിലപ്പോൾ വലി നിർത്തിയ ആളുകളുണ്ടാവും. അപ്പോൾ ചെറുമ്പ് റേഡിയോ എന്നൊരു ചെറിയൊരു അന്വേഷണം നടത്താണ്. ഇത്തരം മുന്നറിയിപ്പുകൾ കിട്ടിയിട്ട് വലി നിർത്തിയവരുണ്ടോ അതോ ഇപ്പോഴും തുടരുന്നവരുണ്ടോ എന്ന് ചെറിയൊരു അന്വേഷണം നടത്താണ്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ രാംപോ വഴക്കുല അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കൊന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ രണ്ട് ആളുകളോട് ഒന്ന് ചോദിച്ചു നോക്കാം, അവർ പുക വലിക്കാറുണ്ടോ എന്നുള്ളത്. നിങ്ങളുടെ പേരെന്ന് പറയാം. എൻ്റെ പേര് വിജയൻ. പുക വലിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കുട്ടിക്കാലങ്ങളിലും ചെറുപ്പത്തിലും ഒക്കെ കുറേശ്ശൊക്കെ വലിച്ചിട്ടുണ്ട്. അതിന്റെ ഭവിഷ്യത്തുകൾ തിരിച്ചറിഞ്ഞതിന് ശേഷം പിന്നെ വലിച്ചിട്ടില്ല, വലിക്കില്ല. നല്ലൊരു അടിപൊളി ശീലമാണ്. നിങ്ങളുടെ പേര്? എൻ്റെ പേര് പിന്നെ നാണിയാണ്. ഞാൻ വലിക്കലുണ്ട്. കാരണം ഇപ്പോഴും വലിക്കലുണ്ട്. കാരണം വെച്ചാല് ഇത് എന്ന് സുലഭമായി കിട്ടണോ അന്ന് വരെ അത് വലിക്കും. തീരെ നിർത്താൻ പ്ലാനില്ല. അത് ഗവൺമെന്റ് നിർത്തട്ടെ, ഗവൺമെന്റ് നിർത്തട്ടെ. അതെ, അല്ലാതെ വെറുതെ നമ്മളത് ഇതിങ്ങനെ തരുവോ ചെയ്യാതെ ഇങ്ങോട്ട് വലിച്ചാ പിടിച്ചു, കള്ളുടിച്ചാ പിടിച്ചു. അങ്ങനെ പിന്നെ ചിലപ്പോ സാധാരണ ഇഷ്ടം പോലെ വലിയ നിർത്തണം വേണ്ടെന്നില്ല തീരുമാനിക്കണ നമ്മളാണ്. നമ്മുടെ ശരീരത്തിനാണ് ദോഷം ചെയ്യുന്നത്. അല്ല ഇതിപ്പോ എന്തിനാ ഇത് ഉൽപാദനം, അത് ലൈസൻസ് കൊടുത്തത് ഉൽപ്പാദിപ്പിക്കണേ? എന്തിനാണ്? കമ്പനി തുടരുന്ന കാലത്തോളം നിങ്ങൾ വലിക്കും. അങ്ങനെയാണ്. ഗവൺമെന്റ് നിർത്തണോ? ഓക്കെ, അപ്പൊ ഗവൺമെന്റ് നിർത്തിയാലേ പുള്ളി നിർത്തുള്ളൂ എന്നാ പറയണത്. മുമ്പ് കുറച്ചു കാലം വലിച്ചിരുന്നു, പിന്നീട് അതിന്റെ ഭവിഷ്യത്ത് അറിഞ്ഞതിന് ശേഷം വലി നിർത്തുകയും ചെയ്തു. ഓക്കെ, അങ്ങനത്തെ രണ്ട് വ്യക്തികളൂടെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റും. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനാണ്, അറിയാലോ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങളോടുള്ള ചോദ്യം എന്ന് വെച്ചാൽ പുക വലിക്കാറുണ്ടോ ഇപ്പോൾ നിലവിൽ? ഇല്ല, വലിച്ചിട്ടേ ഇല്ല. ഓക്കെ, നല്ല ശീലമാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് മുന്നറിയിപ്പുകളും കാര്യങ്ങളൊക്കെ നൽകിയിട്ട് ആളുകൾ പിന്നെ പുകയില വലിക്കാറുണ്ട്. ഇപ്പോഴും വലിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ ഇതുവരെ വലിച്ചിട്ടില്ല? ഇല്ല, ഉപയോഗിച്ചിട്ടില്ല. ഓ, അത് വളരെ നല്ലൊരു ഇതാണല്ലോ. ഓക്കെ, ജീവിതത്തിൽ വരെ വലിച്ചിട്ടില്ല. ഓ, വലിച്ചിട്ടില്ല. നമ്മള് ഗൾഫിന്ന് പിന്നെ ഇതൊക്കെ മറ്റേ പേപ്പറൊക്കെ എടുത്തിട്ട് കട്ടിങ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പ്രബോധനമൊക്കെ നടത്താറുണ്ട് ആൾക്കാർ. അതിനെതിരെ സിഗരറ്റ് വലിക്കുന്ന സ്ഥലത്ത് ജോലി കിട്ടിയിട്ട് ഇന്റർനെറ്റ് കഫേയിൽ ജോലി കിട്ടി പുള്ളിക്ക്. അപ്പൊ അവിടെ ആളുകൾ ഒന്ന് സിഗരറ്റ് വലിക്കുമെന്ന് പറഞ്ഞിട്ട് ആ പണി ഒഴിവാക്കിയാണ്. വെരി ഗുഡ്. അപ്പൊ നമ്മൾ അന്നത്തെ ഫസ്റ്റ് വീഡിയോയിൽ ഏറ്റവും വലിയൊരു ആളത്തിനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ മാതൃഭൂമിയിലൊക്കെ അതിനെ കുറിച്ച് ലേഖനങ്ങളൊക്കെ വരാറുണ്ട്. അത് കട്ട് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കാറുണ്ട് പുക വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഹംസ കല്ലിങ്ങ. ഷൗക്കത്ത് അലി. തീരെ വലിച്ചിട്ടില്ല, പുകയില തീരെ വലിച്ചിട്ടില്ലാത്ത ഒരാളെയും അതുപോലെ തന്നെ പുകയിലക്ക് എതിരെ പിന്നെ ഒരുപാട് എന്താ പറയാ പ്രവർത്തനങ്ങൾ നടത്തിയ. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിപ്പോയി. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനാണ്. അപ്പോൾ നമ്മൾ വലിക്കണ ആളുകളും വലിക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവും. ഈ വലിക്കും? ഞാൻ സിഗരറ്റ് വലിക്കില്ല. ഇതുവരെ വലിച്ചിട്ടില്ല? വലിച്ചിട്ടില്ലേ, പക്ഷെ സിഗരറ്റ് സ്ഥിരമായിട്ട് വലിക്കാനല്ല. ഓക്കെ, എന്താ നിർത്താനായിട്ട് ഇങ്ങനെ? അല്ല, ഞാൻ അങ്ങനെ ശീലമായിട്ടില്ല. അതായത് വലിച്ചിട്ട് തീരെ വലിച്ചിട്ടില്ല. സംഗതി ടേസ്റ്റ് നോക്കി, അത്രേ ഉള്ളൂ. അതെ. നല്ല കാര്യം. അങ്ങനെ ഈ പുകയില വിരുദ്ധ ദിനത്തിൽ നമ്മൾ ഒത്തിരി ആളുകളുടെ റെസ്പോൺസ് നോക്കി. ചില ആളുകൾ വലിക്കുന്നവരുണ്ട്, ചില ആളുകൾ പുകയിലൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ച് അറിഞ്ഞിട്ട് നിർത്തിയവരുണ്ട്, തീരെ പിന്നെ ഇത് ഉപയോഗിക്കാത്തവരുണ്ട്. അങ്ങനെ ഒത്തിരി ആളുകളെ കണ്ടു. പിന്നെ അതുപോലെ തന്നെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പക്ഷെ നമുക്ക് റെസ്പോൺസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലി കണ്ടാൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാത്തവരുണ്ടാവും. അവരൊക്കെ എന്താ പറയുക, പല വിധത്തിലുള്ള ആളുകളുണ്ട്.
അപ്പോൾ ചെറുമ്പ് റേഡിയോക്ക് പറയാനുള്ളത് പുകയില ഉപയോഗിക്കരുത്, അത് നമുക്ക് ഹാനികരം തന്നെയാണ്, അത് നമുക്ക് എന്താ പറയുക നല്ലതല്ല. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ല അടിപൊളി കണ്ടൻറ്റുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തും. അതിനുവേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ ബൈ. പുകയില വിരുദ്ധനാണ് ഈ വലിക്കലുണ്ടോ? Raja